ഹായ്, ഞാൻ ഡോക്ടർ അരവിന്ദ്, ഡെൻ്റൽ ഡോക്ടറാണ്. എനിക്ക് ആക്ച്വലി 3 ഡോഗ്സ് ഉണ്ട്. പെറ്റ് പേർപ്പസാണ്. ചെറുതായിട്ട് ഒരു ബ്രീഡിങ്ങും ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ ഫസ്റ്റ് ഡോഗാണ്. ഇത് നിക്കി എന്നാണ് പേര്. 6 years ആയി. ലാബ് 2 ലിറ്റർ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് ഡോഗാണ്. ക്രേസ് ആക്ച്വലി ആദ്യമേ പെറ്റ്സ് താല്പര്യമുള്ളതാണ്. പിന്നെ ഇതിപ്പോൾ ഒരു 6 years ആയിട്ട് ഡോഗ്സിൻ്റെ ഇത് നോക്കുന്നുണ്ട്. ആദ്യം ഒരു സിംഗിൾ ഡോഗായിരുന്നു. ഇതിൻ്റെ തന്നെ ഒരു മകനാണ് കൂടെ എനിക്കുള്ളത്. ഇപ്പോൾ എൻ്റെ ഉള്ള അടുത്തൊരു ഡോഗ് ഇതിൻ്റെ തന്നെ 1 ലിറ്ററിൽ വന്ന ഒരു സിംഗിൾ പപ്പി ആയിരുന്നു. അതിനെ ഞാൻ റീറ്റെയിൻ ചെയ്തു. പിന്നെ എനിക്കൊരു ജർമ്മൻ ഷെപ്പേർഡും ഉണ്ട്. ആദ്യമേ ഡോഗ്സിനോട് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് കൂടുതലും വളർത്തിയത് ഒരു പെറ്റ് പർപ്പസായിട്ട്. ഇവൾ ആക്ച്വലി ഭയങ്കര പെറ്റ് പർപ്പസാണ്. കൂടുതലും വീട്ടിനകത്ത് കൂടുതൽ എല്ലാവരുമായിട്ടും മിങ്കിൾ ചെയ്ത് നിൽക്കാനായിട്ട് ഇൻട്രസ്റ്റഡ് ഉള്ള ഒരു ഡോഗാണ്. പിന്നെ അത്യാവശ്യം ഷോർട്ട് ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഡോഗാണ്. അതിപ്പം ബോൾ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു സ്റ്റാക്കിങ് കാണുമ്പോഴത്തേക്കും അറിയാം. പിന്നെ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ലാബിൽ നിന്ന് കുറച്ച് കോമ്പാക്റ്റാണ്. ഷോർട്ട് ടെയിലാണ്. സാധാരണ മെയിൽസിനാണ് കൂടുതൽ ഷോർട്ട് ടെയിൽ വരാറുള്ളത്. അപ്പോൾ കൂടുതൽ ഷോർട്ട് ടെയിലാണ്, കോമ്പാക്റ്റ് ഉള്ളതാണ്. അപ്പോൾ മോസ്റ്റ്ലി ഹെഡ് സൈസ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഒരു മെയിൽ ഫീച്ചേഴ്സാണ്. ഹെഡിൻ്റെ ഒരു ലെങ്ത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ഒരു മെയിൽ ഫീച്ചറാണ്. നല്ലൊരു പെറ്റാണ്. പിന്നെ അത്യാവശ്യം ചെറുതായിട്ടുള്ള ഗാർഡിങ്ങും ഉണ്ട്. അറ്റാക്കിംഗ് ഒന്നും അല്ല, എന്നാൽ ഒരാൾ വരുമ്പോഴത്തേക്കുള്ള കുറേയും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യമുള്ള ഒരു ഡോഗാണ്. ഞാൻ 2 ടൈമാണ് ആക്ച്വലി ഫീഡ് ചെയ്യുന്നത്. മോർണിംഗ് ഒന്നുകിൽ ഡ്രൈ ഫുഡും എഗ്ഗോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഡ്രൈ ഫുഡോ ചിക്കനോ. പിന്നെ ഈവനിങ് ഒരു 7 o'clock to 8 o'clock ഇടയിൽ ചിക്കൻ ആൻഡ് റൈസ് അല്ലെങ്കിൽ ബീഫ് ആൻഡ് റൈസ്. ഇതാണ് കൂടുതൽ. ഞാൻ അധികം അങ്ങനെ വേസ്റ്റ് ആയിട്ടുള്ള ഫുഡ്സ് കൊടുക്കാറില്ല. പ്യുവറായിട്ടുള്ള മീറ്റാണ് കൂടുതൽ കുറച്ച് ക്വാണ്ടിറ്റി കൊടുക്കാറുള്ളത്. ഇതാണ് ഞാൻ നോർമലി കൊടുക്കുന്നത്. പിന്നെ ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും സ്നാക്സോ അങ്ങനെ എന്തെങ്കിലും 2 ടൈം മീൽ മാത്രമേ ഉള്ളൂ കൂടുതൽ. മോർണിംഗ് ഡ്രൈ ഫുഡാണ്. ഡ്രൈ ഫുഡ് എല്ലാ ബ്രാൻഡ്സിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഒരു സ്പെഷ്യൽ ബ്രാൻഡ്സ് ഒന്നുമില്ല, എല്ലാ ബ്രാൻഡിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട് നോർമലി. ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു ഡോഗാണ്. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കൂടെ എത്ര നേരം വേണോ നിന്നോളും. ഏറ്റവും പ്രശ്നം ഇവ കാലില്ലാതെ നിൽക്കുമ്പോഴാണ്. കുറച്ച് സമയം നമ്മൾ എവിടെയെങ്കിലും മാറി നിന്നിട്ട് വരുമ്പോഴാണ് കൂടുതൽ ഈ പറയുന്നത് പോലെ. ഇടയ്ക്ക് നമ്മൾ മാറി നിന്നിട്ടുണ്ട്. 2 ദിവസം മാറി നിൽക്കുമ്പോഴത്തേക്കും ഫുഡ് എടുക്കാനൊക്കെ മടിയും കാര്യങ്ങളും. ഭയങ്കര ഒരു പെറ്റ് ലവിങ് ആണ്. ഇവൾ ഫസ്റ്റ് ഡോഗാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും ആക്ച്വലി ഡോഗ്സിൻ്റെ കുറേയൊക്കെ മനസ്സിലാക്കിയതും പഠിച്ചതും എല്ലാം ഇതിൽ നിന്നാണ്. കാരണം ഇവളായിരുന്നു കൂടുതൽ. കാരണം ഒരു ലിറ്റർ എടുത്തതാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ കൂടുതൽ അസുഖങ്ങളും അങ്ങനെ ഹോസ്പിറ്റൽ പർപ്പസുകളൊന്നും വന്നിട്ടില്ല ഇത്രയും നാളായിട്ട്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളിലും ഇതൊരു വളർത്തിയാണ് ആക്ച്വലി നോക്കി. ഡോഗ്സിൻ്റെ സപ്ലിമെൻറ്റ്സും അല്ലെങ്കിൽ ഫുഡ് ഹാബിറ്റ്സും ബാക്കിയുള്ളതും ഒക്കെ ഈ ഒരു ഡോഗിൽ കൂടെയാണ് ആക്ച്വലി പഠിച്ചത്. ഇത് നമ്മൾ തൊട്ട് നേരത്തെ കാണിച്ച നിക്കിയുടെ ലിറ്ററിലുള്ളതാണ്. ഒരു പപ്പിയെ ഞാൻ റീറ്റെയിൻ ചെയ്തതാണ്. മെയിൽ ഡോഗാണ്. അപ്പോൾ അവന് 1 വയസ്സ് കഴിഞ്ഞു. ഒരു ഫസ്റ്റ് മീറ്റിംഗ് ഒരെണ്ണം ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഒരു പപ്പി നിന്നു. അതിനെ ഞാൻ പിന്നെ അങ്ങ് റീറ്റെയിൻ ചെയ്തതാണ്. കാരണം ആ ലിറ്ററിൽ ബാക്കി 4 പപ്പീസ് ടോട്ടലുണ്ടായിരുന്നു. ഡെലിവറി ടൈമിൽ ബാക്കി 3 പോയി. അങ്ങനെ ലാസ്റ്റ് ഒരു മെയിൽ പപ്പി ഉണ്ടായിരുന്നുള്ളൂ. അതിനെ റീറ്റെയിൻ ചെയ്തതാണ്. ഇവൻ അത്യാവശ്യം നിക്കിയ പോലെ അല്ല, കുറച്ചുകൂടെ ഒരു ഗാർഡിങ് ക്വാളിറ്റി, കുറച്ചുകൂടെ ഒരു അഗ്രസീവ്നെസ് ഉണ്ട്. നോർമലി പൊതുവേ ലാബിൽ കാണുന്നതിലും കുറച്ചുകൂടെ ഒരു അഗ്രസീവ് നേച്ചർ കാണിക്കാറുണ്ട്. പക്ഷേ നല്ല ഫ്രണ്ട്ലിയാണ്. എന്നാൽ ഏറ്റവും നിക്കിയെക്കാളും ഈ വീട്ടിലെല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഒരു പെറ്റ്. കാരണം ഇവൻ്റെ ഡെലിവറി മുതൽ ബാക്കിയെല്ലാം വീട്ടിനകത്തായിരുന്നു ഫുൾ ടൈം. അപ്പോൾ ആക്ച്വലി ഒരു ഭയങ്കര കമ്പനിയായിട്ട് അമ്മയുടെയൊക്കെ ഭയങ്കര പെറ്റാണ്. നിക്കി സർട്ടിഫൈഡ് ഡോഗാണ്. അപ്പോൾ ഇവനും സർട്ടിഫൈഡാണ്. ലക്കി എന്ന് പറയുന്ന ഒരു ചാമ്പ്യൻ ഡോഗുമായിട്ട് മേറ്റ് ചെയ്തിട്ട് ആ ലിറ്ററിലുണ്ടായ ഒരു പപ്പിയാണ്. നമ്മളുമായിട്ട് നല്ല അറ്റാച്ച്ഡുമാണ്. അതേസമയം സാധാരണ നമ്മളൊരു ഗാർഡ് ഡോഗ്സിൽ കാണുന്ന കുറച്ച് ക്വാളിറ്റീസ് വന്നിട്ടുള്ള ഒരു ലാബാണ്. നമുക്കിപ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാലുള്ള ഒരു അഗ്രഷൻ അങ്ങനെ ഈസി ആയിട്ടൊരു ഫ്രണ്ട്ലി ആവാറില്ല. പെട്ടെന്ന് കുറച്ച് ടൈം എടുത്ത് എല്ലാവരുമായിട്ടൊന്ന് ആക്റ്റീവ് ആവുന്ന ഒരു ഡോഗാണ്. എന്നാൽ വാക്കിങ്ങിന് കൊണ്ടുപോകാനും ബാക്കി എല്ലാത്തിനും നമ്മൾ കൺട്രോളിൽ ഇഷ്ടമുള്ള ഒരു ഡോഗാണ്. ഇവൻ്റെ സർട്ടിഫൈഡ് നെയിം പാബ്ലോ എന്നാണ് ഈ പറയുന്നത് പോലെ. പിന്നെ വീട്ടിൽ ഞങ്ങളെല്ലാവരും പെറ്റ് പേർപ്പസിന് ഞങ്ങൾ ആദ്യത്തെ ഡോഗിൻ്റെ നെയിം ചന്തു എന്നായിരുന്നു. അപ്പോൾ പിന്നെ ആ ഒരു പേരിലാണ് ചന്തു എന്നാണ് ആക്ച്വലി വീട്ടിൽ നോർമലായിട്ട് വിളിക്കാറുള്ളത്. രാവിലെ ആക്ച്വലി മോസ്റ്റ്ലി ഭയങ്കര നമ്മളിവിടെ ഡോഗ്സിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് രാത്രി എല്ലാവരെയും കൂടെ ഔട്ട് ചെയ്യുന്ന നടക്കാറില്ല. ഒരാൾ മിക്കവാറും അകത്തായിരിക്കും. അല്ല അങ്ങനെയാണ്. അപ്പോൾ രാവിലെ ഒരു ഷാർപ്പ് ഒരു 5:30, 6 ഒക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിലുള്ള എല്ലാവരെയും
പുറമെ കിടക്കുന്നവരൊക്കെ എണീപ്പിക്കുന്നവൻ ഇവനാണ്. ഇവൻ എണീപ്പിച്ചാണ് ആക്ച്വലി ഇവന് പുറത്തേക്ക് പോകാനാണ്. പിന്നെ ഒരു 6 o'clock to ഒരു 7 o'clock ഇവർ പുറത്തായിരിക്കും. മോർണിംഗ് ഒരു 8:30 അകത്താണ് മോർണിംഗ് ഇവരെ ഫുഡ്. 8:30 അകത്ത് ഫുഡ് കൊടുത്തതിന് ശേഷമാണ് പോകുന്നത്. ഒരു 9 o'clockനകത്ത് ഇവരെല്ലാം കേജ്ഡ് ആക്കിയിട്ട് രാവിലെ നമ്മൾ പോകും. പിന്നെ അമ്മ ഉച്ചയ്ക്ക് ഇവർക്ക് എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും ഫുഡോ സപ്ലിമെൻറ്റ്സോ എന്തെങ്കിലും കൊടുക്കും. പിന്നെ രാത്രിയാണ് മേജറായിട്ട് ഇവർക്ക് ഫുഡ് കൊടുക്കാറുള്ളത്. ആക്ച്വലി സൺഡേയ്സ് ഒക്കെയാണ് കൂടുതൽ സമയം നമ്മളിതുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. അല്ലാതെ ബാക്കിയുള്ള ദിവസങ്ങളിൽ നോർമലി വരുമ്പോഴത്തേക്കും കുറച്ച് ടൈം ഇവരുമായിട്ടുണ്ടാവും എല്ലാ ദിവസവും. വീട്ടിൽ നമ്മൾ കൂടുതൽ സംസാരിച്ച് അങ്ങനെയുള്ള അവന് കൂടുതൽ നമ്മളീ പറയുന്ന നോർമലായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ലാംഗ്വേജസാണ് കൂടുതലും. പിന്നെ അങ്ങനെ വലിയ കമാൻഡ്സ് ഒന്നും ഇല്ല. കാരണം വീട്ടിൽ സംസാരിച്ചുള്ള എനിക്ക് കുറച്ച് കമാൻഡ്സൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവനും ചെറിയ ചെറിയ സിറ്റ് നമ്മളെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അറിയാം. പക്ഷേ ഇല്ലാത്തപ്പോഴത്തേക്കും നമ്മൾ നോർമൽ കോമൺ ടോക്ക് ചെയ്യുന്നതാണ് അവനും കൂടുതൽ മനസ്സിലാവുന്നത്. ഇതിപ്പോൾ 1.25 വയസ്സായി. 1.25 വയസ്സ് കഴിഞ്ഞ് ഇത് ഫീമെയിൽ ഡോഗാണ്. ഫീമെയിൽ ഡോഗാണ്. ഇപ്പോൾ ഷെഡിങ് ആണ്, ഫുള്ള് കോട്ട് ഔട്ടായി നിൽക്കുകയാണ്. നല്ല ലോങ് ഹെയർ ഡോഗാണ്. ഇത് അത്യാവശ്യം നല്ല ലൈൻസിലുള്ളതാണ്. ഞാനിത് പഞ്ചാബിൽ നിന്ന് എടുത്ത ഫീമെയിലായിരുന്നു. അതായത് നമ്മൾ ഫോർമർ വേൾഡ് ചാമ്പ്യൻ്റെ ഡയറക്റ്റ് ഗ്രാൻഡ് ഡോട്ടറാണ്. എൻ്റെ ഫാദർ മാക്സാണ്, ഇന്ത്യൻ ചാമ്പ്യൻ മാക്സാണ്. പഞ്ചാബിലെ യാഫസ് രാജ എന്ന് പറയുന്ന പുള്ളിയുടെ ബ്രീഡിംഗ് ആണ്. അപ്പോൾ ഇത് ആക്ച്വലി 50 ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് വന്നതാണ്. നമ്മളിവിടെ വളർത്തിയതാണ്. പിന്നെ ഷോർട്ട് ട്രെയിനിങ് ചെയ്തിട്ടുള്ള ഡോഗാണ്. ഷോർട്ട് ട്രെയിനിങ് ചെയ്തു, പക്ഷേ കഴിഞ്ഞ സീസണിൽ ഷോയ്ക്ക് ഇറക്കിയില്ല. ഫുൾ കോട്ട് ഔട്ട് ആയിരുന്നു ആ ഒരു ടൈമിൽ. ഷോർട്ട് ട്രെയിൻഡ് ആണ്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഡോഗാണ്. പിന്നെ അത്യാവശ്യം നല്ല ലൈൻസ്, ഒരുപാട് ഫോർമർ ഡോഗ്സിൻ്റെ ഇത് വരുന്ന ഒരു നല്ല ലൈൻസിലുള്ളൊരു ഡോഗാണ്. നമ്മൾ സർട്ടിഫൈഡ് നെയിം ക്യൂട്ടർ എന്നാണ്. നമ്മൾ കോഫി എന്നാണ് കോഫി എന്നാണ് ഡോഗിൻ്റെ നെയിം. അത്യാവശ്യം നല്ല അഫെക്ഷനേറ്റ് ആയിട്ട്, പിന്നെ അധികം അഗ്രസീവ് അല്ല. ഷോ ലൈൻ ഡോഗ്സ് ആയതുകൊണ്ട് അധികം അഗ്രസീവ്നെസ് ഇല്ല. പിന്നെ അവൻ വേറെ ഡോഗ്സിനെ കാണുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ പൊതുവേ ഒരു ഗാർഡിങ് നമ്മൾ ആ ഒരു ടെറിട്ടറി കഴിഞ്ഞിട്ട് പുറത്ത് പോകുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ വേറെ ഡോഗ്സിനെ കാണുമ്പോഴത്തേക്കും ചാർജ് ചെയ്യാറുണ്ട്. അങ്ങനെ വേറെ ആർക്കും വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പൊതുവെ എല്ലാവരും ജർമ്മൻ ഷെപ്പേർഡ് ഇച്ചിരി മെയിൻ്റെനൻസ് കൂടുതലാണ്. നല്ല ഷെഡിങ്ങും കാര്യങ്ങളും. പിന്നെ ഇതുവരെയും അവർ എക്സ്ട്രീം കണ്ടീഷനിൽ കാണാൻ പറ്റിയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഫുള്ള് മുടിയൊക്കെ ക്ലിയറായി വരുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വന്നിട്ട് പോകാറാണുള്ളത്. പിന്നെ പൊതുവേ മറ്റതിനെ പോലെ അല്ല, അത്യാവശ്യം സപ്ലിമെൻറ്റ്സും കാര്യങ്ങളുമൊക്കെ കുറച്ച് കൂടുതൽ. ഇപ്പം കോട്ട് കണ്ടീഷണർ ആണെങ്കിലും ബാക്കിയുള്ളതൊക്കെ കുറേ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കൊരു അത്യാവശ്യം കുറച്ചെങ്കിലും ഒരു രീതിയിൽ നമുക്ക് നിർത്താൻ പറ്റുന്നത്. നല്ല പെറ്റ് ഫ്രണ്ട്ലി ആണ്. ബട്ട് കമ്പയർ ടു ലാബ് അവരത്രയും ഒരു ഷോയിങ് അല്ല. നമ്മൾ ഈ ലാബിനെ പോലെ കൂടുതൽ നമ്മളുടെ അടുത്ത് ടെയിൽ വാഗ് ചെയ്തും നമ്മൾ കൂടുതലും, പ്രത്യേകിച്ച് ആളൊരു സൈലൻ്റ് ആണ്. അവരുടെ കാര്യത്തിന് ഈ പറയുന്നത് പോലെ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോഴും നമ്മൾ സ്പെൻഡ് ചെയ്താൽ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക. അല്ലാതെ ഒരു പ്ലേഫുൾ നേച്ചറായിട്ടുള്ളത് കുറച്ച് എനിക്ക് കമ്പയർ ടു ലാബ് നോക്കുമ്പോഴത്തേക്കും കുറച്ച് കുറവായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. വേറെ അല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളിലും നമുക്ക് എവിടെ വേണോ, ഇപ്പോൾ ഓഫ് ലീഷ് ആണെങ്കിലും കാര്യങ്ങളും കൂടെ വരും. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ പോയി കഴിഞ്ഞാൽ പോലും നമ്മൾ നെയിം വിളിച്ചു കഴിഞ്ഞാൽ തിരിച്ച് വരും. ഈ പറയാം വേറെ അഗ്രസീവ് അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ്സ് ഒന്നും ഇല്ല. ആക്ച്വലി ഭയങ്കര ഒരു സ്ട്രെസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ഭയങ്കര ഒരു സ്ട്രെസ് റിലീഫർ ആണ് പെറ്റ്സൊക്കെ. അതിപ്പോൾ നമ്മൾ ഏത് ബ്രീഡ്സ് ആണെങ്കിലും, ഇപ്പോൾ പണ്ട് നോർമൽ ഡോഗിനെ വളർത്തിയിട്ടുള്ളപ്പോൾ പോലും അത് നമ്മൾ അതിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് അതൊരു റിട്ടേൺ നമ്മളുമായിട്ട് തരുന്നതാണ്. തമാശയ്ക്ക് പറഞ്ഞാൽ ഇപ്പോൾ രാത്രിയൊക്കെ വരുമ്പോഴത്തേക്കും ആക്ച്വലി വീട്ടിലെല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഗേറ്റിൽ വരുമ്പോൾ അതെങ്ങനെയാണെന്ന് അറിയില്ല, നമ്മൾ ഗേറ്റിലോ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കും ഈ ഡോഗ്സ് എങ്ങനെയാണെങ്കിലും കുരച്ചാണെങ്കിലോ അല്ലെങ്കിൽ ഫ്രണ്ടിൽ വന്ന് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറേ മൊമെൻറ്റ്സൊക്കെ ഉണ്ട്. കാരണം നമ്മളിപ്പോൾ എത്ര ലേറ്റായിട്ട് വന്നു കഴിഞ്ഞാലും നമ്മൾ ഇവിടെ എത്തുമ്പോഴേ ഇവർ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യും. ഇവരെങ്ങനെയാണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ നമ്മൾ തന്നെ ആണോ, ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ബാർക്കിംഗ് അല്ല, ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ഒരു നോയ്സൊക്കെ ഉണ്ടാക്കി ഇവർ ആക്ച്വലി ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. സോ പെറ്റ്സ് എപ്പോഴും ഒരു സ്ട്രെസ് റിലീഫർ തന്നെയാണ്.